2 മാസം വെക്കേഷന് അല്ലു അമ്പാടീനെ മുഴുവൻ സമയം കണ്ടതുകൊണ്ടാണെന്നറിയില്ല. അല്ലു ഇപ്പോൾ ഒരുപാട് അമ്പാടിയേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഏട്ടാ വിളിച്ചിട്ട് എപ്പോഴും ചോദിക്കും. ഇതിപ്പോൾ വൈകുന്നേരം വന്നിട്ട് അമ്പാടിയേട്ടൻ സ്കൂളിട്ട് വരുന്നത് റോട്ടിൽ കാത്ത് നിൽക്കുകയാണ് കേട്ടാ. ഇന്നാണെങ്കിൽ കുട്ടി ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. വണ്ടി ഇന്ന് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഏട്ടൻ വന്നാലോ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അമ്പാടിയേട്ടൻ വന്നു കഴിഞ്ഞാൽ. അപ്പോഴേക്കും അമ്പാടി വന്നു കേട്ടാ. ഏട്ടൻ വന്നിറങ്ങിയപ്പോഴേക്കും വേഗം ഏട്ടൻ്റെ മേത്തേക്ക് ചാടി കയറിയിരുന്നു കേട്ടോ. അമ്പാടിയാണെങ്കിലോ അല്ലുവിൻ്റെ ഒപ്പം ഒരുപാട് കളിക്കൊന്നും ചെയ്യില്ലെങ്കിലും പക്ഷേ അല്ലുവിനെ കാണാതിരുന്ന ഭയങ്കര വിഷമമാണ് കേട്ടോ. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും അല്ലു എവിടെയെന്ന്. കാരണം അല്ലുവിനെ വന്നിട്ട് അപ്പുറത്ത് ചേച്ചി എടുത്തുകൊണ്ട് പോകാറുണ്ട്. അല്ലുവിൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ വേഗം ഓടി വരും അവരുടെ വീട്ടിൽ നിന്ന്. ഇന്നിപ്പോൾ പുറത്ത് പോകണം, അല്ലുവിൻ്റെ മുടി വെട്ടിക്കണം. പിറന്നാൾ മാസം കഴിഞ്ഞല്ലോ, അപ്പോൾ ഒന്ന് മുടി വെട്ടിക്കാൻ പോകണം. അപ്പോൾ അമ്പാടിയോട് വേഗം റെഡി ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുകയാണ് കേട്ടോ, എനിക്ക് ഈ സൈഡിലൊന്ന് മുടി എടുത്ത് തരണമെന്ന്. ഓൾറെഡി അവൻ സ്കൂൾ തുറക്കണതിന് തലേദിവസം എടുത്തതാണ്. ഇപ്പോൾ കാട്ടുന്ന അഭ്യാസം നോക്കി നോക്കും. എൻ്റെ ചെടിച്ചട്ടി പൊട്ടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ കാണിക്കണത്. ഇതെല്ലാം കണ്ട് ഒരാൾ നോക്കിയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതുപോലെ ചെയ്യണമല്ലോ. അങ്ങനെ വേഗം അമ്പാടിയോട് മെയിൽ എഴുതാനൊക്കെ പറഞ്ഞു കേട്ടോ. അതിനുശേഷം ഞാൻ അല്ലുവിനെ റെഡിയാക്കണം കേട്ടോ. കാരണം ഇപ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ മുടി. ഇനിയിപ്പോൾ വെട്ടാൻ പോവുമല്ലേ, വെട്ടാൻ സമ്മതിക്കുമോ എന്തോ. അതിൻ്റെ ഇടയിൽ അമ്പാടി കാണിക്കുന്ന കോലാഹലങ്ങളാണ് കേട്ടോ ഈ കാണിക്കുന്നത്. വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോൾ അഭ്യാസ പ്രകടനങ്ങളാണ് ഈ കാണിക്കുന്നത്. അമ്പാടിയോട് കൂടെ വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരാണെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണത്. ഇന്ന് ഞങ്ങൾ പോണത് വണ്ടി എടുത്തിട്ടാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെ അല്ലേ, അതുകൊണ്ടാണ് വണ്ടി എടുക്കുന്നത്. വണ്ടി വന്നിട്ട് ഡെയിലി കിക്കർ അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമെങ്കിലും ഇപ്പം ഞാൻ കാണിക്കുന്നത് അതുകൊണ്ടല്ല കേട്ടോ. കാരണം എൻ്റെ വണ്ടി എനിക്ക് കുറച്ച് ദിവസമായിട്ട് പണി തന്നിട്ടുണ്ട്. അപ്പോൾ അത് കിക്കർ അടിച്ചാൽ മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ അല്ലുവിനെ ഫ്രണ്ടിലൊക്കെ കയറ്റിയിട്ട് പോവുകയാണ് കേട്ടോ. അവിടേക്ക് വിളിച്ചു വെച്ചിട്ടാണ് കേട്ടോ പോണത്. കാരണം അല്ലുവിനെ കൊണ്ടുപോകുമ്പോൾ തിരക്കില്ലാത്ത സമയത്തല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അമ്പാടി സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ വേഗം വിളിച്ചു ചോദിച്ചു. അപ്പോൾ ആരും ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ പോണത്. എന്തോ ഇന്നത്തെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല കേട്ടോ. പൊതുവേ വന്നിട്ട് അല്ലു മുടി വെട്ടാൻ സമ്മതിക്കില്ല. അവൻ്റെ മുടി തൊട്ടാൽ തന്നെ അവന് ദേഷ്യമാണ്. ഇന്നത്തെ കാര്യം എന്താണെന്ന് അറിയില്ല. അയ്യോ, നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ആരും ഇല്ല പറഞ്ഞിട്ട് ചെന്നതാണ്, പക്ഷെ ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അതിനിടയിൽ ഇത് അല്ലുവിൻ്റെ JCB കണ്ടു. JCB 2 മുന്നിൽ നിൽക്കണ കാരണം പിന്നെ കുറച്ച് നേരം അവൻ അവിടെ നോക്കി നിന്നു കേട്ടോ. അങ്ങനെ സമയം കുറച്ചൊക്കെ പോയി. തിരിച്ചു പോന്നാലോ എന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും വെട്ടണ്ട എല്ലേച്ച് നിന്നു. പക്ഷേ ഇതാ വെട്ടുന്ന കാര്യം നോക്കി നോക്കുക, ഒട്ടും സമ്മതിക്കുന്നില്ല കുട്ടി. കുറേ കരഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി നാളെ വന്നിട്ട് വെട്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. നാളെ അവൻ ഉറങ്ങണ സമയത്ത് കൊണ്ടുപോകാമെന്ന് കരുതി. മുടി വെട്ടണത് ഒട്ടും സമ്മതിക്കാത്തതുകൊണ്ട് മേലൊക്കെ മുടി ആയതിൽ ഭയങ്കര ചൊറിച്ചിലാണ്. അതിൻ്റെ അസ്വസ്ഥതയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഏട്ടനോട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഏട്ടൻ കുറച്ചൊക്കെ തട്ടി കൊടുക്കണമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നാളെ ബാക്കി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.